വെൽക്കം ടു ഈസ്റ്റേൺ ആനീസ് കിച്ചൺ. ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്നാന്ന് എനിക്ക് തോന്നുന്നു മിക്ക എന്നാ പറയുന്നത് മലബാർ ഏരിയയിലൊക്കെ ഒത്തിരി അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. നോൻപതൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി ഹെവി ഡിഷാണ്. ഈ ഡിഷ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനൊരു അഡ്വൈസ് തരാം. എന്നാന്നറിയോ, നല്ല വർക്കൗട്ട് ചെയ്തേച്ച് മാത്രമേ ഈ ഡിഷ് ഉണ്ടാക്കാവുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അറിയാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നതാ ഒക്കെയാന്ന്. പക്ഷേ എന്നാ പറയാനാ, നല്ലപ്പോഴെങ്കിലും നമുക്കൊരു ഇച്ചിരി ഒരു വ്യത്യാസപ്പെട്ട ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കണ്ടേ. നാവിൻ്റെ രുചി അങ്ങനെയല്ലേ, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുകയല്ല, നല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ നമ്മൾ അറിയാം, മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ അതിശയപ്പത്തിരി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നറിയാമോ, ഏട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കാലിക്കറ്റിൽ, നിസാർ എന്നാ പേര്. പുള്ളിക്ക് എന്നാ പറയുന്നത് ഒരു സ്റ്റുഡിയോ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് പുള്ളിയുടെ വൈഫുണ്ടല്ലോ നല്ല അസലായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ അതിശയപ്പത്തിരി ഒന്ന് ഉണ്ടാക്കി തന്നു. പുള്ളിക്കാരത്തി രേഷ്മ എന്നാ പേര്. പുള്ളിക്കാരത്തി എനിക്കിത് ഉണ്ടാക്കി തന്നപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഈ അതിശയപ്പത്തിരി. അപ്പം ഞാൻ പഠിച്ചെടുത്ത ഒരു സാധനം. അപ്പം ഞാൻ പഠിച്ചെടുക്കുന്ന സാധനം ഇപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരണ്ടേ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കൂട്ട് എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്തു. ഇത് ഇച്ചിരി കൺഫ്യൂഷൻ വന്നു പോയാൽ മൊത്തം തെറ്റിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് ചുറ്റുവട്ടമൊക്കെ പിള്ളേർ ബഹളമൊക്കെ ഉണ്ടാക്കാതെ സമാധാനത്തിലൊക്കെ പേപ്പറും പേനയായിട്ടൊക്കെ ഇരിക്കണം. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒത്തിരി സാധനമുണ്ട് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഒന്ന് എഴുതിയെടുത്തോളൂ. ഇതിനകത്ത് ഫസ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ നമുക്ക് മുട്ട വേണം. ഒരു 10 മുട്ട എങ്കിലും വേണം. 10 മുട്ട എന്ന് പറയുമ്പോൾ തന്നെ മുളയെന്ന് വിളിക്കരുത്. ഞാൻ അതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞ നല്ല വർക്കൗട്ട് ചെയ്തതിന് ശേഷമേ ഇത് കഴിക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇച്ചിരി വഴക്കൊക്കെ ഒന്ന് പറയുന്ന കുറയും. പിന്നെ വേണ്ടിയത് മൈദ. ഒരു 5 ദോശ ഉണ്ടാക്കുന്ന മാവ് മതി, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടിയത് സവാള. 5 വലിയ സവാളയാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ 5 ദോശയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 3 സവാള മതിയാവും. 3 ചെറിയ മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി അത് ഈ പറഞ്ഞ കൂട്ട് ഒരു 10 വെളുത്തുള്ളി മതി. അതും ഈ പറഞ്ഞ കൂട്ട് കുഞ്ഞായിട്ട് അരിയണം. പിന്നെ മല്ലിയില. പിന്നെ വേണ്ടിയത് പച്ചമുളക് എന്നതിനാന്ന് വെച്ചാൽ എരിവ് അനുസരിച്ചാണ്. പക്ഷെ ഇതിനകത്തും ഈ പറഞ്ഞ കൂട്ട് കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പച്ചമുളക് എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് ഇഞ്ചി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുവാണെങ്കിൽ അത് മതി. അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകമാണെങ്കിൽ അത് മതി. റേഷ്യോ എപ്പോഴും വെളുത്തുള്ളി 2 സ്പൂൺ ആണെങ്കിൽ ഇഞ്ചി 1 സ്പൂൺ മതി. 2:1 റേഷ്യോ മതി. അഥവാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുവാണെങ്കിൽ നിറച്ച് ഒരു 2 സ്പൂൺ. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും എത്രയും നമ്മൾ മീറ്റിലേക്ക് ചേർക്കാൻ പറ്റുമോ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. അതിനെന്താണെന്നറിയോ, ദഹനം നല്ലതായിട്ട് നടക്കും. പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടി. അതേപോലെ എനിക്ക് എന്നാ പറയുന്നത്, നമ്മൾ എടുക്കുന്ന പച്ചമുളക് മുളക് പൊടിയുടെ അളവ് അനുസരിച്ച് വേണം കുരുമുളക് പൊടി എടുക്കാൻ. ഞാനിപ്പം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മൊത്തം പറയാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 1/2 kg കീമയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് ഞാനിപ്പം ഇതിനകത്ത് ചേർക്കുമ്പം എത്ര സ്പൂൺ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേണ്ടിയത് ഗരം മസാല, നമ്മുടെ സ്വാദനുസരിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും മതി. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവാൻ വെക്കണം. അതിന് ചുമ്മാ അങ്ങ് വേവാൻ വെക്കാൻ ഒക്കുകയില്ല. ഇതിനകത്തോട്ട് ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് വേണം അത് വേവാൻ വയ്ക്കാൻ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴയ്ക്കണം. നല്ലതായിട്ട് ഇതിനകത്ത് ഞാൻ എന്നാ പറയുന്നത്, ഇറച്ചി പിടിക്കുന്ന മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചിക്കൻ പരട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോഴും ഇത് ഈ പൊടികളൊക്കെ ചേർക്കണം. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ അളവിനനുസരിച്ച് മാത്രം ചേർത്തേച്ചാൽ മതി. ഇനി ഈ പറഞ്ഞ പോലെ ചിക്കന് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് വേണം നമുക്കത് വേവാൻ വയ്ക്കാൻ. ഇനി നമുക്കിത് അടച്ചിട്ട് വേവിക്കാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ഉണ്ടാക്കേണ്ട എന്നാ പറയുന്ന ഒരു ലെയർ പോലെയാണ് നമ്മൾ ഇത് അതിശയപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ ദോശ ഉണ്ടാക്കണം.
തവിക്ക്, അതായത് എന്നാ പറയുന്നത്, ഇതൊരു 1/4 കപ്പ് കാണുമായിരിക്കും ഒരു തവി എന്ന് പറയുന്നത്. ആ 1/4 കപ്പിന് ഒരു 3 കപ്പ് എടുത്തേച്ചാൽ മതി. ഇതല്ല നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ എന്നാ പറയുന്നത് ഒരു ഉണ്ടത്തവി ഉള്ളെങ്കിൽ അങ്ങനെ മതി. ആ അളവിന് ഒരു 3 നിറച്ച് എടുത്തേച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഒരു മുട്ട, പിന്നെ അതിന് വേണ്ടിയ ഉപ്പ്, അഞ്ച് ദോശയ്ക്കുള്ള മാവ് നമുക്ക് കലക്കാനുള്ള. ദോശമാവിന് നമ്മൾ കലക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ടോ ഒക്കെ കലക്കി വെച്ചാൽ മതി. സ്പൂൺ കൊണ്ട് കലക്കുവാണെങ്കിൽ മിക്കപ്പോഴും ഒക്കെ കട്ട കിട്ടും. ഈ പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ മിക്സിയിൽ ഇട്ടേച്ചൊന്ന് അടിച്ചേച്ചാൽ മതി. അപ്പോൾ ഈ കട്ടയൊന്നും ഒത്തിരി ഉണ്ടാവുകയില്ല. ഇതിപ്പോൾ നമ്മൾ ദോശയ്ക്കുള്ളത് കലക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല 5 നല്ല മൊരിഞ്ഞ ദോശ, ഒത്തിരി മൊരിയണ്ട, ഒരു ഇച്ചിരി എന്നാ പറയുന്നത് 2-3 ബ്രൗൺ കളറൊക്കെ നമുക്ക് മറിച്ചിടുമ്പോൾ വരികയല്ലേ, അത്രയും മൂപ്പ് ഈ ദോശയ്ക്ക് മതി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ശരിക്കും ഈ ദോശ ഒഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഒട്ടും കട്ടി വേണ്ട. ഇപ്പം നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് ആ ദോശ ഉണ്ടാക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ ഇച്ചിരി മാവ് ഒഴിച്ചേച്ച് അങ്ങോട്ട് ചുറ്റിച്ചെടുത്തേച്ചാൽ മതി. ദോശ ഒഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഒട്ടും കട്ടി വേണ്ട. ഇപ്പം നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് ആ ദോശ ഉണ്ടാക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ ഇച്ചിരി മാവ് ഒഴിച്ചേച്ച് അങ്ങോട്ട് ചുറ്റിച്ചെടുത്തേച്ചാൽ മതി. അതിനകത്ത് അത് മറിച്ചിട്ട ഇപ്പം മൊരിച്ച് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. അതിനകത്തോട്ട് മറിച്ചിട്ട് അല്ലെങ്കിൽ അടച്ചു വയ്ക്കുമ്പോൾ തന്നെ അത് വേവും. ആ വേവായാലും മതി. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് മൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇത്രയും മതി, ഇത്രയും മൂത്താൽ മതി. ഇതേപോലെ തന്നെ 5 ദോശ. പിന്നെ നമ്മുടെ കീമ വേവാൻ വെച്ചതൊന്ന് ശ്രദ്ധിച്ചോണം. വെള്ളം നമുക്ക് ഒട്ടും വേണ്ട, അത് നല്ല വറ്റി ചിക്കൻ നല്ല വേവണം. ചില സമയത്തുണ്ടല്ലോ നമ്മൾ കീമ മേടിക്കുമ്പോഴത്തേന് അത് ഇച്ചിരി ഹാർഡായിരിക്കുമേ. അത് അങ്ങനത്തെ കീമയാ കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ, അത് വെന്ത് ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചേച്ചാൽ മതി. അതീ പറഞ്ഞ കൂട്ട് മഷി പോലെയൊന്നും അടിക്കരുത്. ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് ഒരു കറക്കി വെച്ചാൽ മതി. അതിൻ്റെ ഒരു ഇത് മതി. നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോടൊക്കെ, പാട്ട് കേട്ടുകൊണ്ടൊക്കെ ജോലി ചെയ്യാൻ എന്നാ പറയുന്നറിയാം. നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ പ്രയാസമൊന്നും അറിയില്ല. പാട്ട് ആസ്വദിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അന്നേരം നമുക്കുണ്ടല്ലോ കുറച്ചുകൂടെയൊക്കെ എനർജി കിട്ടും. ഈ പറഞ്ഞ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട്, ഇവിടെയും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി 2 ദിവസമൊക്കെ എന്നാ പറയുന്നത് കയ്യിൽ നിന്ന് അങ്ങ് മിസ്സായിപ്പോയി. അത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ധൃതിയായിട്ട് നിൽക്കുമ്പോൾ പാട്ട് വെക്കാനൊക്കെ അങ്ങ് മറന്നു പോകും. എന്നാൽ എല്ലാ കാര്യവും സമയത്ത് അങ്ങ് ആവണ്ടേ. അന്നേരത്തേന് നമ്മൾ എന്നാ ചെയ്യും, പാട്ട് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആ ജോലി അങ്ങ് തീർക്കാൻ നോക്കും. അതുകൊണ്ട് വെക്കാത്തതാട്ടോ. ഇല്ലേ ഞാൻ പാട്ട് വെക്കുമായിരുന്നു. ഈ അതിശയപത്രിയിൽ ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത് ഈ മീറ്റ് തന്നെ വെക്കണമെന്നൊന്നുമില്ല. അതിനകത്ത് പല ടൈപ്പ് ഓഫ് അതിശയപത്രി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ എന്നാ പറയുന്നത് മധുരമുള്ള അതിശയപത്രി ഉണ്ടാക്കാറുണ്ട്. ഇതെന്നാ സെലക്ട് ചെയ്തതെന്ന് എന്നാണെന്നറിയോ, നമ്മളിപ്പം എന്നാ പറയുന്നത് തേങ്ങയൊക്കെ വെച്ച് അതിശയപത്രി ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇറച്ചി തിന്നുന്നതിൻ്റെ അത്രയും നമ്മൾ അങ്ങോട്ട് തിന്നുകയില്ല. അതുകൊണ്ട് കൂടുതലും ഞാൻ പിള്ളേരും ഒക്കെ പ്രിഫർ ചെയ്യുന്നത് അമ്മ അതിശയപത്രി ഇച്ചിരി ചിക്കൻ വെച്ച് ഉണ്ടാക്കിയേക്കാനാണ് പറയുന്നത്. ഇനി നമ്മുടെ കീമ വേവാൻ വെച്ച കീമ എന്നായെന്ന് നോക്കാം. ഈ കീമ ഫുള്ള് വെള്ളം ഫുള്ള് വറ്റണം. വറ്റുമ്പോഴത്തേക്ക് ആ ചിക്കൻ അങ്ങ് വേവും. കാര്യം എന്നാണെന്നറിയാമോ, ചിക്കൻ പൊതുവേ വേവ് കുറവാണ്. ഈ മട്ടനും ബീഫും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി കുറവാണ് ചിക്കന്. ഈ വെള്ളം വറ്റുന്ന സമയത്ത് അടുത്ത നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയ സാധനങ്ങൾ ഇപ്പോൾ എടുക്കണം. അത് നമുക്ക് വേണ്ടിയത് സവാള 3 മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് മതി. പിന്നെ വേണ്ടിയത് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെങ്കിൽ അത് മതി.
അതല്ല ഇഞ്ചി തനിയെ വെളുത്തുള്ളിയും തനിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടേച്ചാ. കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഇറച്ചിയിലോട്ട് പിടിക്കാനും എളുപ്പമാതാ. ഇപ്പം നമ്മുടെ കീമയിലെ വെള്ളം അങ്ങ് നല്ലതായിട്ട് വറ്റി. കീമ ആയതുകൊണ്ട് എന്നാണെന്നറിയോ, ചിക്കനകത്ത് നിന്ന് കൊഴുപ്പ് തന്നെ ഇറങ്ങും, അതിൻ്റെ ഒരു എണ്ണമയവും കൂടെ അതിനകത്ത് കാണും. ഇനിയിപ്പം ഞാൻ തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. മുഴുവൻ മാറ്റിയിട്ട് അതേ ചീനച്ചട്ടി തന്നെ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ, ഇത് മാത്രം ഇച്ചിരി ആക്കി എന്നാന്ന് ചോദിക്കും. ബാക്കിയൊക്കെ എണ്ണയും മുട്ടയും ഒക്കെ തന്നെയാണ്. അന്നേരം ഇതെങ്കിലും ഇച്ചിരി കുറയ്ക്കാമല്ലോ. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ കൂട്ട് ഒരു 3 സവാള. ഇവിടെ ഞാൻ കൂടുതൽ അരിഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ 1/2 കിലോയ്ക്ക് എടുക്കുവാണെങ്കിൽ ഒരു 3 സവാള എടുത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളക്, ഒരു 2 സ്പൂൺ പച്ചമുളക് മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 2 വലിയ സ്പൂൺ ചതച്ചത്. പേസ്റ്റ് ആക്കാം, അതല്ല ചതച്ചതാണെങ്കിൽ അങ്ങനെ മതി. ഇത് നല്ലതായിട്ടൊന്ന് മൂക്കണം. അതായത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചോവ മാറണം, എന്നാ പറയുന്നത്, സവാളയുടെ പച്ചച്ചോവ മാറണം, എല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കണം. ശരിക്കും ഇത് നല്ലോണം ഒന്ന് മൂത്ത് കഴിയണം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പൊടി എന്നാന്നറിയാമോ, നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി ചിക്കനിൽ പിടിക്കാനാ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം എടുത്ത്, ഇത് നമ്മൾ ആദ്യം ചെയ്ത ചിക്കൻ പെരട്ടില്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഗ്രേവിക്കും അതേപോലെ തന്നെ ആ പൊടികളും അതേപോലെ തന്നെ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും അതിൻ്റെ ആ സ്വാദ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളിക്കും ഒരു 1/4 സ്പൂൺ ഓഫ് എന്നാ പറയുക മഞ്ഞപ്പൊടി, പിന്നെ ഇതേപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി 1/2 ആയിട്ടേക്കുന്നത്. ഇതൊരു ഫുൾ ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി. പിന്നെ വേണ്ടിയത് ഗരം മസാല, അതൊരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഓഫ് ഗരം മസാല. നമ്മൾ ഈ ഇടുന്ന പൊടിയുടെ ഒക്കെ ആ എന്നാ പറയുന്നത് പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണം. ഈ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില ഇടണേ. മല്ലിയില എന്നാന്ന് വെച്ചാൽ ഈ സമയത്ത് ഇടുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഫ്ലേവർ വരും. ഇത് മാത്രമല്ല, ഇത് അവസാനം നമുക്ക് കുറച്ചുകൂടെ ചേർക്കണം. അതല്ലാതെ ഈ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ കുറച്ചൊന്ന് ഇട്ടേക്കണം. ഇതിപ്പോൾ എന്നാ പറയുന്നത്, ഞാൻ ഇട്ട പൊടിയുടെയൊക്കെ ഏകദേശം മൂത്തു. ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഇടണം. ഈ ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് എന്നാ പറയുക ഒന്ന് കിടന്ന് അതൊന്ന് പിടിക്കണം. അപ്പം നമ്മൾ തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് ഇങ്ങനെ നടുക്കോട്ട് എന്നാ പറയുക നമ്മുടെ ചട്ടിയുടെ നടുക്കോട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചേച്ച് നമ്മൾ കുറച്ചങ്ങ് അടച്ചു വെക്കണം. വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിനകത്ത്. അന്നേരം ഈ പറഞ്ഞ കൂട്ട് അടി പിടിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം. ഉള്ളിക്കകത്തും വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട, ചിക്കൻ വേവിച്ചതായതുകൊണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ട, അതൊരു 5 മുട്ട എങ്കിലും വേണം. അതായത് നമ്മുടെ ഹോൾ സാധനം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ആ ലെയർ, അടുക്കുന്ന ലെയർ ഫുൾ ബൈൻഡ് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒഴിക്കാൻ പോകുന്ന മുട്ട. അത് ഈ പറഞ്ഞ കൂട്ട് 5 മുട്ട തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2 മുട്ട കൂടെ എടുക്കണം. വർക്കൗട്ട് ചെയ്തിട്ടേ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യാവുള്ളൂ. എന്നെ അതിന് മുമ്പ് വഴക്ക് പറയരുത്. ശരിക്കും നമ്മുടെ ഈ ബൈൻഡിങ്ങിൻ്റെ അളവ് അറിയാൻ മേലേലുണ്ടല്ലോ, നമ്മൾ എത്ര ദോശയാണ് ഉണ്ടാക്കുന്നത് ആ ദോശയ്ക്കുള്ള മുട്ട അങ്ങ് എടുത്തേച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്ന 5 ദോശയാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന 5 മുട്ടയാണ്. അപ്പോൾ ബൈൻഡ് ചെയ്തോളൂ. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 6 ദോശ മാവ് കലക്കിയപ്പോൾ ആയിപ്പോയി എന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട. അന്നേരം ഒരു 6 മുട്ട എടുത്തേച്ചാൽ മതി. പിന്നെ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന ഈ മുട്ടയ്ക്കകത്ത് ഇച്ചിരി ഉപ്പ് വേണം. ആ 5 മുട്ടയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം മതി. വെച്ചാൽ നമ്മൾ ഓരോ സാധനവും, അതായത് മാവ് കുഴച്ചപ്പോൾ മാവ് ദോശ ഉണ്ടാക്കിയപ്പം ഈ പറഞ്ഞ കൂട്ട് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ വേവാൻ നേരം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും ഉപ്പിടുക. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ഇതായിട്ട് ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഓരോത്തിലും ചേർക്കാൻ. ഇതിലേക്ക് എന്നാ വേണ്ടിയെന്ന് അറിയാമോ? എരിവ് അനുസരിച്ച്
ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനകത്ത് ഉള്ളിയും കൂടി ഇടും. പക്ഷെ നമുക്ക് ഉള്ളി വേണ്ട ഇതിനകത്ത് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ചതച്ച പച്ചമുളകാണ് വേണ്ടിയത്. ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പവിദ്യ കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ മെനക്കെടാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മുട്ടയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒറ്റയടി അടിക്കും. അത് അന്നേരം ആകുമ്പോഴത്തേക്ക് പച്ചമുളക് ചതഞ്ഞും കിട്ടും, മുട്ട അങ്ങോട്ട് അടിഞ്ഞിട്ട് നല്ലതായിട്ട് അടിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 5 പച്ചമുളക് തന്നെ ഞാൻ ഇട്ടേക്കുന്നത്. നല്ലതായിട്ട് നമ്മുടെ പച്ചമുളക് ചതഞ്ഞിട്ടുണ്ട്, മുട്ടയും നല്ല എന്നാ പറയുന്നത് പതഞ്ഞ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി എന്നായെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ, ഈ ഗരം മസാലയുടെ ഒക്കെ മണം വരുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ശരിക്കും കറിവേപ്പിലേക്ക് പോകും. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് എന്നാ ചെയ്യാനാ, ഇതിനകത്തോട്ട് കറിവേപ്പില ഇടാൻ ഒക്കുകയില്ല. ഇപ്പം ഇറച്ചിയിലോട്ട് ആ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ച് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് ഡ്രൈ ആവുന്ന സമയം ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്ന പാത്രം എങ്ങനത്തെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ എടുത്തു വെച്ചേക്കുന്ന പാത്രം. ഇതിപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ പണ്ട് അമ്മമാരുടെ കയ്യിലൊക്കെ ഒരു എന്നാ പറയുന്ന ഒരു ചോറ്റുപാത്രം ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു പാത്രമാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. അതെല്ലാം പരന്ന പാത്രം തന്നെ കിട്ടിയില്ല, അയ്യോ ഇനിയിപ്പോൾ എന്നെ എടുക്കും, അത് ഉണ്ടാക്കാൻ ഒക്കുകയല്ലോ എന്നോർത്ത് വിഷമിക്കരുത്. കൈ കിട്ടിയ ഏത് പാത്രമാണെന്നെങ്കിലും ദോശ അങ്ങോട്ട് അടുക്കി വെച്ചേച്ച് ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ കഴിക്കണം. അതെന്നാന്നറിയോ, അത്ര ടേസ്റ്റായി സാധനം. പിന്നെ ഈ പറഞ്ഞ കൂട്ട് പാത്രം ചുമ്മാ എടുത്താൽ ഒക്കുകയില്ല, അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് വരട്ടണം. നല്ലതായിട്ട് അങ്ങോട്ട് തൂക്കണം. ഈ നെയ്യ് എന്നാത്തിനാണ് തൂക്കുന്നതെന്നറിയാവോ, ശരിക്കും നമ്മളിതങ്ങോട്ട് ആറിയേച്ച് കമത്തി ഇടുമ്പോഴത്തേക്ക് ഇളകി പോരാനാണ്. അഥവാ ഈ നെയ്യൊന്നും വേണ്ട എന്ന് നമുക്ക് മനസ്സുകൊണ്ട് തോന്നുവാണെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ട് മേടിക്കണം, അതിലോട്ട് അങ്ങോട്ട് ഇത് ചേർത്തേച്ചാൽ മതി. അപ്പോൾ ബട്ടർ പേപ്പർ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിങ്ങ് പോന്നോളും. ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയേക്കാൻ മതി. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ വേണ്ടിയവർക്ക് ഗരം മസാല പോരാന്നുണ്ടെങ്കിൽ ഇടാം. അതല്ല ഗരം മസാലയുടെ ഫ്ലേവർ മുന്നേ നിൽക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്നും ഇടരുത്. ഈ സമയത്ത് ഗരം മസാലയും കുറച്ച് കുരുമുളകും. ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കുരുമുളക് അങ്ങോട്ട് ഇടാൻ പോവാം. പെപ്പറിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറും വരാൻ വേണ്ടി മാത്രം. അതൊരു 1/4 സ്പൂൺ ധാരാളം മതിയാവും. ശരിക്കും ഇന്ന് എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സുഖമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ഈ ചന്തയിൽ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ, കറിവേപ്പില മേടിക്കുമ്പോൾ സൂക്ഷിച്ചോണം. ഒത്തിരി പെസ്റ്റിസൈഡ്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ കൂട്ട് നമ്മളെപ്പോഴും വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കാവുള്ളൂ. അത് വൃത്തിയാക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നു പേപ്പറിലൊക്കെ ഇഷ്ടം പോലെ എന്നാ പറയുന്നത് ആരോഗ്യ വകുപ്പ് നമുക്ക് അതിനുള്ള പ്രതിവിധി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ഇച്ചിരി വെള്ളം അങ്ങോട്ട് എടുത്തേച്ച് അതിനകത്തോട്ട് 2 തുള്ളി അല്ലെങ്കിൽ ഒരടപ്പ് വിനീഗർ, നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന കറികൾക്കുള്ള ഒരു പിടി കറിവേപ്പിലയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കറിവേപ്പില ഒരു പിടിയൊന്നും അല്ല, ഇച്ചിരി കൂടുതലെടുക്കും. എന്നിട്ട് അങ്ങോട്ട് ഉരുളിയിലോട്ട് ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ആ ഇല തന്നെ കറുത്തു തുടങ്ങും. അത്ര പെസ്റ്റിസൈഡ്സ് ഉണ്ട് ആ കറിവേപ്പിലയ്ക്കകത്ത്. അതുകൊണ്ട് അത് നല്ലോണം കഴുകി എടുത്തേച്ചൊക്കെ വേണം ഈ കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കാൻ. നല്ലതാണ് കറിവേപ്പില, ഈ പറഞ്ഞ കൂട്ട് ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാ പറയുന്നത്, പ്രഷറൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. നമ്മളെല്ലാ കറികൾക്കും കറിവേപ്പില ഇടും, പക്ഷേ കറിവേപ്പിലയുടെ രുചിയും ഗുണവും ഒരുപാടുണ്ട്. പക്ഷേ എന്നാ പറയാനാ, എല്ലാം നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ കറിവേപ്പിലായിരിക്കും ഏറ്റവും ആദ്യം എടുത്ത് കളയുന്നത് അല്ലേ. അതുകൊണ്ട് കറിവേപ്പില നമ്മൾ അങ്ങനെ ഒരിക്കലും തള്ളി പറയരുത്. അത് നമുക്ക് ചെയ്യുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതുപോട്ടെ, നമ്മുടെ അതിശയപ്പത്തിരി ഇരുന്ന് ആറി. ഇനി നമുക്ക് അതിനെ ലെയർ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കണം. ഇതിനകത്തോട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ദോശ ആദ്യം നെയ്യ് തൂത്തു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശ വെച്ചു. ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുന്നവർക്ക് ഇടാം കേട്ടോ. അതല്ല വേണ്ട, ലാസ്റ്റ് മേളത്തെ ദോശയുടെ മേളിൽ ഇച്ചിരി അലങ്കരിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെ. ഇതിനകത്ത് ഇപ്പം ഞാൻ ഇടുന്നില്ല, ലാസ്റ്റ് മേളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ദോശ വെച്ചു. ഇനി ഇതിൻ്റെ മേളിലോട്ട് ഒരു ലെയർ. ഫുൾ ഇറച്ചിയും ഇതിൻ്റെ മേളിലോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ദോശ വെച്ച് ഇതങ്ങ് കവർ ചെയ്യണം. ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട്
ആദ്യം നമ്മൾ ഇച്ചിരി മുട്ട ഒഴിക്കണം. കോർണേഴ്സ് ഇട്ടിട്ട് ഇതിൻ്റെ മേലിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ്. നമ്മുടെ കയ്യിൽ എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് മസ്റ്റൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇടണമെന്നുള്ളത്. കുറച്ച് മുന്തിരിങ്ങ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി ഫുൾ മുട്ടയും അതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ഒരു പച്ച കാണും അതിൻ്റെ മേളിൽ. ഇതിപ്പോൾ ഞാൻ മല്ലിയില ഒന്നും ഇട്ടേക്കുന്നതല്ല, പച്ചമുളക് ചതച്ചേച്ച് ആ മുട്ടയ്ക്കകത്തൂടെ ഒഴിച്ചേക്കുന്ന. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജോലി. എന്നാലും ഇച്ചിരി മെനക്കെട്ട ജോലിയാ. ഇനി ഇതിനെ എന്നാ ചെയ്യണമെന്നറിയാവോ? നമ്മുടെ അപ്പച്ചമ്പ് എടുത്ത് വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ വേവ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം വെന്ത സാധനമാണ്. മുട്ട മാത്രമേ നമുക്ക് ലാസ്റ്റ് ബൈൻഡ് ചെയ്യാൻ ഒഴിച്ച മുട്ട മാത്രമേ വേവാനുള്ളൂ. അത് മാത്രം നമുക്ക് വെച്ചാൽ മതി. ഒരു മുട്ട ഫുൾ പുഴുങ്ങി ബോയിൽഡ് എഗ് ആക്കുന്നതിൻ്റെ ഒരു വേവിൻ്റെ അതാണ് കണക്ക്. ശരിക്കും ഈ പാത്രം വെക്കാനുള്ള ഒരു ചിപ്പിലി, ഇതേപോലത്തെ ഒരു ചിപ്പിലി നമുക്ക് മിക്കപ്പോഴും എല്ലാ അപ്പച്ചമ്പിനകത്തും ഉണ്ടാവും. അത് മതി. അതല്ല ഇഡ്ഡലി തട്ട വെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു എന്നാ പറയുക വട്ടപാത്രം കിട്ടും, എന്നാ പറയുക സ്റ്റാൻഡ് പോലത്തെ, അതിൻ്റെ മുകളിൽ വെച്ചേച്ചാൽ മതി. പക്ഷെ വെള്ളം ഇതിനകത്തോട്ട് കയറാൻ മാത്രം സമ്മതിക്കരുത്. ഇതിപ്പോൾ തീ കത്തിച്ച് വെച്ചേച്ച് നമ്മുടെ ആ ഫുൾ അതിശയപ്പത്തിരി ലെയർ ഫുൾ എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മൂവിയില്ലേ, എന്നാ പറയുന്നത്, യൂത്തിൻ്റെ ഇടയിലും യൂത്ത് എന്നല്ല എല്ലാവർക്കും ഒരു ചർച്ചാ വിഷയമായ ഒരു സിനിമ തന്നെയാണ് അത്. അതിൻ്റെ ഡയറക്ടർ, അതായത് ഏത് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് നിൻ്റെ മൊയ്തീൻ. അത് കേൾക്കുമ്പോൾ തന്നെ എന്നാ നല്ല സിനിമയാന്ന് പറയും അല്ലേ? ശരിക്കും അതിൻ്റെ ഡയറക്ടർ വിമൽ സാറും വൈഫും കൂടിയാണ് ഇന്ന് നമ്മുടെ ഷോയിൽ വരാൻ പോകുന്നത്. എന്തായാലും ഫസ്റ്റ് മൂവിയാണ് വിമൽ സാർ എടുത്തേക്കുന്നതെന്നോ ഫസ്റ്റ് മൂവിയാണ് വിമൽ സാറിൻ്റെ. അതിന് മുമ്പ് ഒരു ചെറിയ ഡോക്യുമെൻ്ററി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാൽ ഇത് ഫസ്റ്റ് മൂവിയാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് മൂവിയിൽ തന്നെ നമ്മൾ പ്രേക്ഷകരെ ഇത്രയും അതിശയിപ്പിച്ച ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ എന്നാ പറയുന്നത് അതിശയിപ്പിക്കുന്ന ഡയറക്ടർ ആയതുകൊണ്ട് നമുക്കിന്ന് അതിശയപ്പത്തിരി തന്നെ കൊടുക്കാം. പക്ഷെ അതേത്തോട് നമുക്ക് പറയണ്ട, വർത്തമാനത്തിൻ്റെ ഇടയിൽ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ അതിശയപ്പത്തിരി കൊടുത്ത് അതിശയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തു തീർത്തല്ലേ പറ്റുള്ളൂ. ഇത് നമ്മുടെ അതിശയപ്പത്തിരി ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. നമ്മൾ വേവാൻ വെച്ച അതിശയപ്പത്തിരി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിനെന്നാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ അതിശയപ്പത്തിരി വേവിച്ചെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു കേക്ക് രൂപത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ചൂടോടെ നമുക്കതങ്ങോട്ട് മുറിക്കാൻ ഒക്കത്തില്ല. ചൂടാറിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പാത്രം എന്നാ പറയുന്നത് തണുത്തതിന് ശേഷം ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ട് തട്ടിയിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആക്കിയിട്ടേ മുറിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ധൃതി കൂട്ടാൻ ഒക്കത്തില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എപ്പോഴും ഞാൻ പറയും ശരിക്കും അത് തണുത്തതിന് ശേഷമേ മുറിക്കാൻ പാടുള്ളൂ എന്ന്. പിന്നെ ഇത് വെന്ത പരുവം എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതങ്ങ് വിട്ടുവരും. അത് തന്നെയാണ് അതിൻ്റെ പരുവം. നല്ലതായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷേപ്പൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ മുറിക്കാം. പിന്നെ ഈ കേക്ക് ഷേപ്പ് ആകുമ്പോൾ മാക്സിമം സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഇങ്ങനെയൊക്കെ മുറിക്കാൻ ഒക്കത്തുള്ളൂ. ഈ അതിശയപ്പത്തിരിയും എന്നാ പറയുന്നത് ഫിഷ് മോളിയൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, ഈ കുഴുവുള്ള സ്പൂണിലൊക്കെ എടുക്കുകയാണെങ്കിൽ ആ നമ്മൾ ആ ചെയ്തേക്കുന്ന ലെയറും അതെല്ലാം അങ്ങ് പൊട്ടിപ്പോവും. പിന്നെ ആ പ്രസൻറ്റേഷൻ ഒന്നും ശരിയാവുകയില്ല. ഇപ്പം ഞാൻ മുറിച്ച് വെച്ചേക്കുന്ന പീസ് മാത്രം പതുക്കെ എടുത്തു നോക്കാം. നോട്ട് ബാഡ്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും തണുത്തേച്ച് നമുക്ക് മുറിച്ചേച്ചാൽ മതി.